ശ്രദ്ധിക്കണം. ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് കയറി വരാനുണ്ട്. ഏകദേശം മുഴുവൻ സീറ്റുകളും തികയാതെ വരുന്നൊരവസ്ഥയാണ്. മുഴുവൻ ആൾക്കാർ വന്ന് ഇരിപ്പിടങ്ങളൊന്ന് ചേർത്തിയിട്ടും ആ ഗ്യാപ്പുകൾ വിടാതെ എല്ലാ ചെയറുകളിലും ആൾക്കാർ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിപ്പോ എല്ലാ വിലക്കെ തന്നെ, നമ്മുടെ വിലക്കല്ല, ഇപ്പൊ എല്ലായിടത്തും ഇതായി കഴിഞ്ഞു. ഞാൻ കട്ടത്തിരത്തിലാണ് താമസിക്കുന്നത്. എൻ്റെ പേര് ലത. ഞാൻ ഒരു ചായക്കട തുടങ്ങിയാക്കണത് പുതിയ ബസ് സ്റ്റോപ്പിലാണ്. ചായ മാത്രം ഉണ്ടാക്കണത്, സാധനങ്ങളൊക്കെ വീട്ടിലിട്ടാണ് ഉണ്ടാക്കി കൊണ്ടുവന്നത്. എൻ്റെ കൂടെ ആരും വേണമെന്നില്ല, ആർക്കിടെ ഹെൽപ്പ് ഞാൻ എടുക്കലില്ല. ചെറിയ സിലിണ്ടർ വന്നതോടുകൂടി എനിക്ക് ഒറ്റക്ക് തന്നെ ചെയ്യാൻ പറ്റും. നല്ല സൗകര്യമാണ്. Chotu has been a boon for migrant laborers. Ikram is a migrant laborer from Assam who works as a tailor in Kozhikode. मेरा नाम इकराम है, मैं असम का रहने वाला हूँ। सिलाई काम करने यहाँ पे आया हूँ। 15-20 दिन हम लोग होटल में खाना खाया, तो उसके बाद हम लोग 2-3 जन रूम पे रहता था ना, तो हम लोग सोचा क्या काम करते, गैस ले लेते हैं। गैस के लिए गया तो बड़ा वाला जो सिलेंडर था ना, वो हम लोग को नहीं दे रहा था। बोलता है क्या तुम लोग को यहाँ पे ID प्रूफ चाहिए, आधार कार्ड चाहिए। तो उसका बाद जो है ना, जो छोटा वाला जो 5 किलो का जो सिलेंडर आता है ना, वो लिया हम लोग। सिलेंडर क्या ना, उसका जो डाइनिंग टेबल आता है ना, छोटा प्लास्टिक का डाइनिंग टेबल है, वहाँ पे से ऊपर गैस रखा हो, उसका नीचे जो है ना वो सिलेंडर रखा हो। तो रूम पे खाना बना के टाइम टेबल काम पे भी आ सकते हैं। हम लोग को कोई परेशानी नहीं, हम लोग को थोड़ा ईजी हुआ, फायदा हम लोग को हुआ। പേര് റാഷിദ്, ഞാൻ കൊടകുന്നാണ് വരുന്നത്. ഞാൻ ഫസ്റ്റ് MG റോഡ് ഡ്യൂട്ടി എടുത്തുകൊണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഒരാളിയന് കട തുടങ്ങി ഇവിടെ എന്നെ വിളിച്ചു. 1-1.5 മാസം എന്നെ ഇങ്ങോട്ട് വിളിച്ച്. പിന്നെ രാത്രി മൊത്തം ഫുൾ ഹവേഴ്സാണ്, 24 hours ആയിട്ട് കട. തുടങ്ങിയപ്പാട് മറ്റേ വലിയ സിലിണ്ടർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പതിയെ നമുക്ക് അതിൻ്റെ ആവശ്യം കുറവായി. അപ്പം അതുകൊണ്ട് ചോട്ട സൈഡിൽ എടുക്കാൻ തുടങ്ങി. സൗകര്യം വെച്ചാൽ നമ്മളിവിടെ കുറച്ച് ചെറിയ കടയാണ്, അതുകൊണ്ട് ഞമ്മക്കും എളുപ്പമാണ്, സൗകര്യമാണ്. പിന്നെ അടുത്തുനിന്ന് തന്നെ കിട്ടുന്നതിനോണ്ട് പ്രശ്നമില്ല. Rajesh, who runs a ironing cart, uses കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ക്ഷണിക്കുന്നു പാരിസൺസ് ഗ്രൂപ്പ് MD ശ്രീ ഇജാസ് മുഹമ്മദ്, IOC CGM ശ്രീ R രാജേന്ദ്രൻ, അബാദ് ഫുഡ് ലിമിറ്റഡ്സിന്റെ ഡയറക്ടർ ശ്രീ ഫറാസ് ജാവേദ്, CPIM ജില്ലാ സെക്രട്ടറി ശ്രീ CN മോഹനൻ, CPI ജില്ലാ സെക്രട്ടറി ശ്രീ ദിനകരൻ, BJP ജില്ലാ പ്രസിഡന്റ് ശ്രീ KS ഷൈജു, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ C ബിജുലാൽ, ഒപ്പം ശ്രീ പ്രസാദ് ആനന്ദ ഭവൻ. ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P രാജീവ്, ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിൽ, ബഹുമാനപ്പെട്ട MP ശ്രീ ഹൈബി ഈഡൻ, ബഹുമാനപ്പെട്ട MLA ശ്രീ TJ വിനോദ് വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഒപ്പം അഡ്വക്കേറ്റ് M അനിൽകുമാർ, കൊച്ചിൻ കോർപ്പറേഷൻ മേയർ, സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരണീയനായ മുഖ്യമന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഏറെ പ്രിയങ്കരനുമായ ആദരണീയനുമായ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുക്കുന്നതിന് വേണ്ടി സിന്ദാബാദ്, സിന്ദാബാദ്, സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്,
സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്. മുഖ്യമന്ത്രി സിന്ദാബാദ്. മുഖ്യമന്ത്രി സിന്ദാബാദ്. KHRA സിന്ദാബാദ്. സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്. മുഖ്യമന്ത്രി സിന്ദാബാദ്. മുഖ്യമന്ത്രി സിന്ദാബാദ്. KHRA സിന്ദാബാദ്. KHRA സിന്ദാബാദ്. സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്. സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്. മുഖ്യമന്ത്രി സിന്ദാബാദ്. മുഖ്യമന്ത്രി സിന്ദാബാദ്. പാരിസൺസ് സൽക്കാർ 2023 കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ 59ാം സംസ്ഥാന സമ്മേളനം. നമസ്കാരം. ശ്രീ പി കേരളവർമ്മ രാജയും ശ്രീ ബി ഗോവിന്ദറാവുവും 1964 രൂപം കൊടുത്ത് പിന്നീട് കമാൻഡർ കെ കുര്യാക്കോസ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനകീയ സംഘടനയാക്കി മാറ്റിയ കേരളത്തിലെ ആദ്യത്തെ വ്യാപാര സംഘടനകളിൽ ഒന്നായ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ 59ാമത് സംസ്ഥാന സമ്മേളനമാണ് ഇന്നലെയും ഇന്നും നാളെയുമായി ഇവിടെ എറണാകുളം മറൈൻ ഡ്രൈവിൽ വച്ച് നടത്തപ്പെടുന്നത്. രണ്ടാം ദിവസമായ ഇന്ന് കൊല്ലവർഷം 1198 മകരമാസം 28-ാം തീയതി ഫെബ്രുവരി 11-ാം തീയതി പാരിസൺസ് സൽക്കാർ 2023 പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജി ജയപാൽ അധ്യക്ഷനാകുന്ന ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കൊപ്പം സദസ്സിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഔദ്യോഗികമായ സ്വാഗത ഭാഷണത്തിന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ KP ബാലകൃഷ്ണ പൊതുവാളിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ 59ാം സംസ്ഥാന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഈ സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ജയപാൽജി, അതോടൊപ്പം തന്നെ ചരിത്രത്തിൽ ആദ്യമായി ഈ സംഘടന രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി ഈ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനെ സംബന്ധിച്ച് ഏറെ അഭിമാനകരവും സന്തോഷകരവുമായ ഒരു മുഹൂർത്തമാണിന്ന്. 1964 കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ എന്ന നമ്മുടെ സംഘടന രൂപീകരിച്ചതിന് ശേഷം 59 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഹോട്ടൽ മേഖലയോട് എന്നും അനുഭാവപൂർവമായ ഒരു സമീപനമായിരുന്നു ഈ സർക്കാരിൻ്റെ നയം. കോവിഡ് കാലത്ത് പോലും ഹോട്ടൽ മേഖലയോട് വളരെ താല്പര്യപൂർവമായി ഉള്ള ഒരു പെരുമാറ്റമായിരുന്നു, ഒരു ഡീലിംഗ് ആയിരുന്നു ഈ സർക്കാരിൽ നിന്നുണ്ടായത്. നമ്മളെ കേൾക്കാനും നമ്മുടെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹരിക്കാനും ഏറെ താല്പര്യം കാണിക്കുന്ന ഈ സർക്കാരിനെ നയിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി തന്നെ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയത് വളരെയധികം സന്തോഷം നൽകുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയപരിധി മൂലം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ എൻ്റെ നിക്ഷിപ്തമായ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജി ജയപാലിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനെ കേരളത്തിലെ മുഴുവൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അംഗങ്ങൾക്ക് വേണ്ടിയും ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.  . 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
നമ്മുടെ വ്യവസായ മേഖലകൾക്ക് പുത്തനുണർവ് നൽകുന്ന പ്രിയങ്കരനായ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹോട്ടൽ മേഖലയോട് എന്നും അനുഭാവപൂർവമായ സമീപനം സ്വീകരിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ വകുപ്പ് മന്ത്രി ശ്രീ GR അനിലിനെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയങ്കരനായ എറണാകുളം MP സംഘടനയുമായി വളരെ അടുത്ത ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഈ ഹൈബി ഈഡനെ സ്വാഗതം ചെയ്യുന്നു. എറണാകുളം MLA TJ വിനോദിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൊച്ചി നഗരപിതാവായ പ്രിയങ്കരനായ മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിലെ മറ്റെല്ലാ വിശിഷ്ട വ്യക്തികളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. സമയം പരിമിതമാണ് എന്നുള്ളത് കൊണ്ടാണ് അത്തരം ഒരു നടപടി സ്വീകരിക്കുന്നത്. ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയ മുഴുവൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പ്രവർത്തകന്മാരെയും സഹോദരന്മാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ സ്ഥാനത്തേക്ക് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ G ജയപാൽ സാറിനെ ക്ഷണിക്കുന്നു. സർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഒരു അധ്യക്ഷ പ്രസംഗത്തിന് മുതിരുന്നില്ല. കേരളത്തിലെ ഭക്ഷണ വിതരണ മേഖലയുടെ ആഗ്രഹവും അഭിലാഷവും ഒപ്പം തന്നെ ഒരു സംസ്ഥാന പ്രസിഡന്റ് എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണിന്ന്. കേരളത്തിൻ്റെ ഏറ്റവും ആദരണീയനായ മുഖ്യമന്ത്രി കഴിഞ്ഞ 6 വർഷക്കാലമായി നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യണമെന്ന് പല പ്രാവശ്യവും നമ്മൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. നമ്മുടെ അഭ്യർത്ഥന സ്വീകരിച്ചുകൊണ്ട് ഇന്നിവിടെ എത്തിച്ചേർന്ന കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ മുഴുവൻ ഭക്ഷണ വിതരണ മേഖലയുടെ പേരിലും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് അദ്ദേഹത്തെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സഹോദരന്മാരെ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, 6 പതിറ്റാണ്ടോളം നീണ്ട പ്രവർത്തന പാരമ്പര്യമാണ് ഈ സംഘടനക്കുള്ളത്. ഇക്കാലയളവിൽ നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ പ്രവർത്തിക്കുന്ന ചെറിയ ഭക്ഷണശാലകൾ മുതൽ നഗരങ്ങളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലുമൊക്കെ പ്രവർത്തിക്കുന്ന വൻകിട ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും എല്ലാം ഈ സംഘടനയുടെ ഭാഗമായിട്ടുണ്ട്. അവയുടെ ക്ഷേമവും മുന്നേറ്റവും ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നതിൽ അസോസിയേഷന് നല്ല രീതിയിൽ തന്നെ അഭിമാനിക്കാൻ വകയുണ്ട്. ഏത് മേഖലയുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടാണോ സംഘടന രൂപീകൃതമായത്, ആ മേഖലയിൽ മാത്രമായി പരിമിതപ്പെട്ടു നിൽക്കുന്നില്ല നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. നാടിൻ്റെ ആകെ ക്ഷേമവും മുന്നേറ്റവും ഉറപ്പുവരുത്താൻ മുന്നിട്ടിറങ്ങിയിട്ടുള്ള ഒരു സംഘടന കൂടിയാണിത്. അതിൻ്റെ ഏറ്റവും വലിയ
ദൃഷ്ടാന്തമാണ് അശരണർക്ക് ഭക്ഷണം നൽകുന്ന അന്നം പുണ്യം എന്ന പദ്ധതി. വിശപ്പുരഹിത കേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള സംസ്ഥാനത്തിൻ്റെ മുന്നേറ്റത്തിന് കരുത്തു പകരുന്ന ഒരു പദ്ധതിയാണിത്. യൂണിറ്റ് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള എല്ലാ പരിപാടികളിലും സാമൂഹ്യ സേവനം ലക്ഷ്യം വെച്ചുള്ള ഒരു പദ്ധതിയെങ്കിലും ഉൾപ്പെടുത്താൻ അസോസിയേഷൻ ശ്രദ്ധിക്കുന്നുണ്ട്. മാതൃകാപരമായ പ്രവർത്തനമാണിത്. സ്വന്തം നിലക്ക് സാമൂഹ്യ സേവനപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദുരന്തഘട്ടങ്ങളിൽ കേരളത്തിനാകെ ആശ്വാസം പകരാനും അസോസിയേഷൻ സന്നദ്ധമായിട്ടുണ്ട്. 2018 മഹാപ്രളയം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 കോടിയോളം രൂപയാണ് അസോസിയേഷൻ സംഭാവന ചെയ്തത്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ജനകീയ അടുക്കളകൾ ഒരുക്കി നമ്മുടെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഈ സംഘടന തെളിയിച്ചിട്ടുണ്ട്. ഹോട്ടൽ മേഖലയെക്കുറിച്ച് പൊതുവെയുള്ള ധാരണ ഈ ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് എല്ലാം ഭദ്രമാണ് എന്നതാണ്. ദിവസം തോറും ഭക്ഷണം വിൽക്കുന്നു, അപ്പോൾ പണം കയ്യിലെത്തുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് പണ്ട് ഒരു ഹോട്ടലിൻ്റെ ഉടമയും ഭാര്യയും കൂടിയാണ് ഹോട്ടൽ നടത്തുക. ഇപ്പോൾ രാത്രി പോയി കണക്കൂട്ടി വെക്കുമ്പോൾ ചെലവിട്ട പൈസ അത്ര വന്നിട്ടില്ല. ഈ ആകെ ചെലവ് കണക്കാക്കാൻ പറ്റുമല്ലോ ഒരു ദിവസത്തെ, ആ ദിവസത്തെ ചെലവ് മുഴുവനായിട്ട് വന്നിട്ടില്ല. അങ്ങനെയും ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഓർക്കുകയാണ്. എന്നാൽ പ്രത്യക്ഷത്തിൽ കാണുന്നതിനപ്പുറമുള്ള നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു മേഖലയാണിത്. ഹോട്ടലുകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും കയ്യിലെ പണമെല്ലാം ചെലവഴിച്ച് ഒരു ഹോട്ടൽ, അതുമല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് ആരംഭിക്കുന്നുവെന്നിരിക്കട്ടെ, പിറ്റേന്ന് മുതൽ തന്നെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. ഒരു പ്രധാന പ്രശ്നം വിലക്കയറ്റം തന്നെയാണ്. അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്ന പ്രതിഭാസം നമ്മുടെ സമൂഹത്തിലുള്ളതാണ്. ഇത്തവണ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട എക്കണോമിക് സർവേ റിപ്പോർട്ട് 3-4 പതിറ്റാണ്ടിലെ ഏറ്റവും വലിയ പണപ്പെരുപ്പത്തിലൂടെയും വിലക്കയറ്റത്തിലൂടെയും രാജ്യം കടന്നുപോയി എന്നാണ്. ഭക്ഷണ പദാർത്ഥങ്ങളുടെ, പച്ചക്കറികളുടെ എല്ലാം വില ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ ഏറെ ഉയർന്ന നിലയിലായിരുന്നു. ഇതാണ് സാമ്പത്തിക സർവേ വ്യക്തമാക്കുന്നത്. തക്കാളി പോലെയുള്ള പച്ചക്കറികൾക്ക് പൊന്നും വില കൊടുക്കേണ്ടി വന്ന ഘട്ടവും ഉണ്ടായിട്ടുണ്ട്. സാധനങ്ങളുടെ വിലവർദ്ധനവ് മാത്രമല്ല, പാചകവാതകത്തിൻ്റെ വില ക്രമാതീതമായി വർദ്ധിക്കുന്നു. 400 രൂപയിൽ കിടന്ന പാചകവാതക സിലിണ്ടറിൻ്റെ വില ഇപ്പോൾ 1800 രൂപയിൽ എത്തി നിൽക്കുന്നു. സാധാരണക്കാരാണ് വിലക്കയറ്റത്തിന് ഇരകളാകുന്നത്. അവർക്കൊപ്പം ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഈ ഘട്ടത്തിൽ വളരെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ രാജ്യത്തെ പൊതുസ്ഥിതി ഇതാണെങ്കിൽ വിലക്കയറ്റത്തെ ഫലപ്രദമായി പിടിച്ചു നിർത്താനുള്ള ശ്രമമാണ് നാം കേരളത്തിൽ നടത്തിയിട്ടുണ്ട്. അതും സാമ്പത്തിക സർവേ വ്യക്തമാക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതോടൊപ്പം തന്നെ കോവിഡ് മഹാമാരി ഏറ്റവും അധികം ബാധിച്ച മേഖലകളിലൊന്നാണ് നമ്മുടെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി. ഹോട്ടലുകൾ ദീർഘകാലം അടച്ചിടേണ്ടി വന്നു. ദൈനംദിന വരുമാനം ഇല്ലാതെയായി. പല സ്ഥാപനങ്ങളും പൂർണ്ണമായും പൂട്ടിപ്പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി. സ്വാഭാവികമായും
ഇത്രയും വലിയ പ്രതിസന്ധിയിൽ നിന്ന് തിരിച്ചു വരാൻ ഒരു കൈ സഹായം ആവശ്യമാണ്. പ്രത്യേകിച്ച് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി രാജ്യമെമ്പാടും വ്യാപിച്ചു കിടക്കുകയും രാജ്യത്തെ സമ്പദ്ഘടനയുടെ ചാലശക്തികളിൽ ഒന്നായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ. എന്നാൽ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, കോവിഡ് മഹാമാരി തെല്ല് ശമിച്ചപ്പോൾ ഭക്ഷ്യധാന്യങ്ങൾക്കടക്കം GST ഏർപ്പെടുത്തുന്ന നിലയാണ് നമ്മുടെ രാജ്യത്തുണ്ടായത്. GST നടപ്പാക്കുന്ന ഘട്ടത്തിൽ ഏർപ്പെടുത്തിയ അശാസ്ത്രീയമായ നികുതി പരിഷ്കാരങ്ങൾ ഏറ്റവും അധികം പ്രതികൂലമായി ബാധിച്ച മേഖലയാണ് നിങ്ങളുടേത്. ഏതിനെല്ലാം നികുതി ചുമത്തണം, എത്ര ചുമത്തണം, ഇതൊക്കെ സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പങ്ങളാണ് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ സംഘടനയുടെ ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ വകവെക്കാതെ ഹോട്ടൽ മുറികൾക്ക് ഉയർന്ന സ്ലാബിൽ GST ഏർപ്പെടുത്തുന്ന നിലവരെയുണ്ടായി. ഇപ്പോൾ ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് പോലും GST ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള നടപടികളിലൂടെ സാധാരണക്കാരെ പോലെ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും കൂടി പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇന്നത്തെ കാലത്ത് ഹോട്ടൽ ഇൻഡസ്ട്രി നേരിടുന്ന മറ്റനേകം പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തെ ആകെ കൂട്ടുന്നവരാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. നമ്മുടെ സമൂഹത്തിൽ ധാരാളം പേർ ഹോട്ടലിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട്. അവര് ഹോട്ടൽ ഭക്ഷണമാണ് എല്ലാ അവസരത്തിലും കഴിക്കുന്നത്. യാത്രയിലെ ഹോട്ടൽ ഭക്ഷണം മാത്രമല്ല, സ്ഥിരമായി തന്നെ ഹോട്ടൽ ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ നല്ല രീതിയിൽ കണ്ടുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന നിലയാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. നമ്മുടെ നാടിൻ്റെ ഒരു ഭക്ഷണ രീതി, ആ ഭക്ഷണ രീതി പൊതുവിൽ അംഗീകരിച്ച് നടപ്പാക്കി വന്ന ഘട്ടത്തിലൊന്നും മറ്റ് പരാതികൾ ഹോട്ടലുകളെ സംബന്ധിച്ച് പൊതുവിലുണ്ടായിട്ടില്ല. അത് നമ്മൾ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ചില പുതിയ രീതികൾ നമ്മൾ അംഗീകരിക്കുകയും അതിൻ്റെ ഭാഗമായുള്ള പരീക്ഷണങ്ങൾ അപൂർവം ചിലർ നടത്തുകയും ചെയ്യുമ്പോഴാണ് ചില പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. അത്തരം പ്രശ്നങ്ങൾ അറിയാവുന്നവരാണ് നിങ്ങളെല്ലാവരും. ഞാനതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സംഘടന എന്ന നിലക്ക് ചില കാര്യങ്ങളിൽ നല്ല കൃത്യത പാലിച്ചു പോകാൻ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരെയും നിർബന്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഹോട്ടൽ സാധാരണ നിലയിൽ അമ്മയുടെ സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് കാണണം. അമ്മയുടെ അടുത്തെത്തി ഭക്ഷണം കഴിക്കുമ്പോഴാണല്ലോ സാധാരണ നമുക്ക് വലിയ തോതിലുള്ള ഒരു സംതൃപ്തി ഉണ്ടാവുക. അപ്പോൾ ആ സംതൃപ്തിയാണ് നിങ്ങൾ നൽകേണ്ടത്. അത് ഒരു മുദ്രാവാക്യമായി എടുത്ത് നിങ്ങളുടെ പ്രതിജ്ഞാവാചകമായി എടുത്തുകൊണ്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട നടപടികളും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ നാടിൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ പുലരുന്നതിന് സഹായിക്കുന്ന ഒരു കൂട്ടരാണ് നിങ്ങൾ. ആ ധാരണയിൽ കാര്യങ്ങൾ നീക്കുന്നതിന് എല്ലാവരെയും പ്രാപ്തരാക്കുക, അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അതിലേക്ക് കടക്കാൻ എനിക്കിപ്പോൾ നിവൃത്തിയില്ല. ഇപ്പോൾ തന്നെ പുറപ്പെട്ടാൽ മാത്രമേ അടുത്ത പരിപാടിയിൽ കൃത്യസമയത്ത് എത്താൻ പറ്റൂ. അത് കൃത്യസമയത്ത് തന്നെ എത്തേണ്ട ഒരു പരിപാടി കൂടിയാണ് എന്നുള്ളത് കൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ നിറഞ്ഞ സന്തോഷത്തോടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം. താങ്ക് യു സോ മച്ച് സർ. സർ, ഒരു ആദരവുണ്ട്.
കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജി ജയപാലൻ സാറിനെ മുഖ്യമന്ത്രിയെ ആദരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സർവീസ് ടു സാറ്റിസ്ഫൈ എന്ന മുദ്രാവാക്യത്തിൽ ഊന്നിക്കൊണ്ട്, ആ ഒരു ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനെ സ്നേഹാദരങ്ങൾ അർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഈ സ്നേഹോപഹാരം സ്വീകരിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദി സർ. ഹോട്ടൽ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കുന്ന നിമിഷങ്ങളാണിനി. തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആദരവിന് മുമ്പ് രാജീവ് സാറിനോട് നമ്മളുമായി സംവദിക്കണം എന്നൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. സർ പ്ലീസ്. ബഹുമാനായ അധ്യക്ഷൻ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ പി ബാലകൃഷ്ണ പൊതുവാൾ, നിങ്ങളുടെ സമ്മേളനത്തിന് പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി, വേദിയിലുള്ള അധ്യക്ഷൻ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജയപാൽ, ബഹുമാനായ MLA ശ്രീ TJ വിനോദ്, MP അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു ശ്രീ ഹൈബി ഈഡൻ, ബഹുമാനായ മേയർ ശ്രീ അനിൽകുമാർ, മറ്റ് സംഘടനാ ഭാരവാഹികൾ, വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ കരുത്ത് നന്നായി ഈ ഹോളിനകത്ത് പ്രതിഫലിക്കുന്നുണ്ട്. അപ്പൊ പ്രസിഡന്റ് അവിടെ ഇരുന്ന് പറഞ്ഞത് അകത്ത് മാത്രമല്ല ഇത്രയും തന്നെ പുറത്തുണ്ട് എന്ന് എന്റെ ചെവിയിൽ പറയുകയുണ്ടായി. അപ്പൊ നല്ല രീതിയിൽ ഈ സംഘടനയെ നയിക്കുന്ന ഭാരവാഹികളെയും കമ്മിറ്റികളെയും അംഗങ്ങളെയും അതിന്റെ കരുത്തായി നിൽക്കുന്ന നിങ്ങൾ എല്ലാവരെയും ഞാൻ ആദ്യം തന്നെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ചുരുക്കം വാക്കുകളിലൂടെയാണെങ്കിലും ഒരു ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകുന്നതിന്റെ ബുദ്ധിമുട്ടുകളാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പ്രതിപാദിച്ചത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ നാടിന്റെ ഭക്ഷണം നൽകുന്ന ഊട്ടുന്നവരാണ്, ആ ജാഗ്രതയും വേണമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരംഭിക്കുന്ന സംരംഭങ്ങളിൽ ഒന്ന് ഹോട്ടലുകളാണ്. ചിലപ്പോ കൂട്ടിപ്പോകുന്നതിലും ഹോട്ടലുകൾ കുറച്ചുണ്ടോ, ഓരോ സ്ഥലത്ത് പോകുമ്പോൾ പുതിയ ഹോട്ടൽ കാണാം, കുറച്ച് കഴിയുമ്പോൾ ആ ഹോട്ടൽ കാണാതെ പോകുന്നുണ്ട്. നമ്മൾ ഈ വർഷം 1,00,000 സംരംഭം തുടങ്ങാൻ തീരുമാനിച്ചു. അത് വിപുലമായ ഒരു പരിപാടിയായിരുന്നു. 10,000 കേരളത്തിൽ ശരാശരി തുടങ്ങുന്നത്. 2020 മുതൽ കേന്ദ്ര ഗവൺമെന്റ് MSMEകളുടെ കൂട്ടത്തിൽ ട്രേഡും മറ്റ് കമേഴ്സ്യൽ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ചേർന്ന് 10,000 ശരാശരി ആരംഭിച്ചിരുന്ന സ്ഥാനത്താണ് 1,00,000 എന്ന ഒരു ലക്ഷ്യം ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിനുവേണ്ടി വിപുലമായ തയ്യാറെടുപ്പുകൾ നടത്തി നമ്മളൊരു 1153 ചെറുപ്പക്കാരെ എഞ്ചിനീയറിംഗും MBA കഴിഞ്ഞ് റിക്രൂട്ട് ചെയ്തു. ബാങ്കുകൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി കുറെ മാറ്റം, പൂർണ്ണമായിട്ടില്ലെങ്കിലും കുറെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 245 ദിവസം കൊണ്ട് ഈ ലക്ഷ്യം നേടാൻ കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനകരമാണ്. ഇന്നത്തെ കണക്ക് നോക്കുമ്പോൾ ഇനി 1 മാസം കൂടി 1.5 മാസം കൂടിയും ബാക്കിയുണ്ട്.
1,31,429 പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നു. അതിൽ 7,939,31,00,000 നിക്ഷേപം വന്നു. ഈ നിക്ഷേപം ചിലർ ചോദിക്കുന്നത് ഗവൺമെന്റിന്റെയാണ്. ഗവൺമെന്റ് ഒന്നല്ല, നമ്മുടെ സൗകര്യം ഒരു സിസ്റ്റം ഒരുക്കി കൊടുക്കുകയാണ്. ചിലര് അവനവന്റെ താലിമാല പണയം വെച്ചതായിരിക്കും, ചിലര് സ്ഥലം പണയം വെച്ചതായിരിക്കും, ചിലത് ബാങ്കിൽ നിക്ഷേപിച്ചതായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പണം മൂലധനമായി മാറി തൊഴിലവസരം സൃഷ്ടിച്ചു. 2,82,839 തൊഴിലവസരം ഈ 11 മാസം, ഈ സാമ്പത്തിക വർഷം 10.5 മാസമായുള്ളൂ. അത് പൂർത്തീകരിക്കുമ്പോഴേക്കും കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു സംരംഭക സംഗമം സംഘടിപ്പിച്ചിരുന്നു. അതിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അധികം പേരുണ്ടാകാൻ ഇടയില്ല. കാരണം മാനുഫാക്ചറിങ് മാത്രം മതി നമ്മൾ തീരുമാനിച്ചു ആ സംഗമത്തിൽ. പ്രധാനം മറ്റ് വിഭാഗങ്ങളുടെ നേരിയൊരു പ്രാതിനിധ്യം മതി. മുഖ്യമന്ത്രി തന്നെയാണ് ആ സംഗമം ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ആരംഭിച്ചതിന്റെ ഒരു 38% ട്രേഡാണ് ഈ സ്ഥാപനങ്ങളൊക്കെയാണ്. ശ്രദ്ധേയമായത് ഒരു 24,000 ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ് ആരംഭിച്ചിട്ടുണ്ട് പുതുതായിട്ട്. ഇത്തവണത്തെ ബജറ്റിലും സാമ്പത്തിക രേഖയും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം കാണാൻ കഴിയും. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിലെ വ്യവസായ മേഖലയുടെ വളർച്ചാ നിരക്ക് 17.3%. കേരളത്തിന്റെ സമ്പദ്ഘടന വളർന്നത് 12%. അതിനേക്കാളും വേഗതയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം വ്യവസായ മേഖലയുടെ വളർച്ചയുണ്ടായി. വളരെ പ്രശസ്തനായ സംരംഭകൻ, ലോകപ്രശസ്തമായ ബ്രെഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനിയുടെ ഉടമയും IAS രാജിവെച്ച് വന്ന ശ്രീ C. ബാലഗോപാൽ എഴുതിയ പുസ്തകം, അദ്ദേഹത്തിന്റെ വീഡിയോയും ഏറെ വൈറലായി പോയിട്ടുണ്ടല്ലോ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിൽ 9% മാനുഫാക്ചറിങ് ഉണ്ടായിരുന്നത് വ്യവസായത്തിൽ. എന്നാൽ കഴിഞ്ഞ വർഷമായപ്പോ അത് 14%. ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോ മാനുഫാക്ചറിംഗ് മേഖലയുടെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് 18.9%. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന മാനുഫാക്ചറിംഗ് കോൺട്രിബ്യൂഷന്റെ വളർച്ചയുള്ള സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഇനിയും നമുക്ക് ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതില് സംരംഭം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും നേരിടും. ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന 1-2 മേഖലകൾ, ഒന്ന് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനാണ്. അവിടെയാണ് കുറെ പ്രശ്നങ്ങളുള്ളത്. ഇന്നലെ തന്നെ എനിക്ക് വന്ന 3 കോളുകൾ ഈ മേഖലയിൽ നിന്നുള്ള അനുമതി കിട്ടുന്നത്. അപ്പൊ ഞാൻ പഞ്ചായത്ത് മന്ത്രിയും അദ്ദേഹത്തോട് സംസാരിച്ചു. ഈ സംരംഭകരെ ഞാനും പഞ്ചായത്ത് മന്ത്രിയും സംസാരിക്കുകയുണ്ടായി. ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ശമ്പളം കൃത്യമായി കിട്ടുന്നത് നികുതി വരുമാനം ഉള്ളതുകൊണ്ടാണ്. ഈ നികുതി തരുന്ന ആളുകളാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സംരംഭകത്വവും അതുമായി ബന്ധപ്പെട്ട ആളുകളുമാണ്. അതുകൊണ്ട് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ വ്യവസായ വകുപ്പിൽ നേരത്തെ തന്നെ പറഞ്ഞു, നിങ്ങൾ ഈ സംശയത്തിന്റെ കണ്ണട എടുത്തു മാറ്റണം. വരുന്നാൾ ഹോട്ടൽ തുടങ്ങാൻ ലൈസൻസ് ഉണ്ടാകുമ്പോൾ ഇയാൾ എന്തോ പറ്റിക്കാൻ വന്നതാണ് എന്ന മട്ടിലുള്ള കണ്ണട മാറ്റി വിശ്വാസത്തിന്റെ കണ്ണട വയ്ക്കണം. ഇതാണ് വ്യവസായ വകുപ്പിൽ ഞങ്ങൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. ഇപ്പൊ വ്യവസായ വകുപ്പിൽ നല്ല മാറ്റം വന്നിട്ടുണ്ടെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച്. ഇത് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിർത്തിയില്ല. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം കോഴിക്കോട് IIM-ലേക്ക് വിട്ടു. ഒരാഴ്ച അവിടെ താമസിച്ച് പഠിച്ചോളാൻ പറഞ്ഞു. ബാക്കിയുള്ള ആളുകൾ അഹമ്മദാബാദിലേക്ക് വിട്ടു. എങ്ങനെ ഉദ്യോഗസ്ഥന്മാർ പെരുമാറണം, എന്തൊക്കെയാണ് അതിന്റെ രീതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശീലിപ്പിക്കുകയുണ്ടായി. പഞ്ചായത്തും ബാങ്കും വിചാരിച്ചാൽ പിന്നെ വ്യവസായ മന്ത്രി തന്നെ വേണ്ട, വ്യവസായം വന്നോളൂ. ഈ വകുപ്പും യഥാർത്ഥത്തിൽ ആവശ്യമില്ല. പഞ്ചായത്തും ബാങ്കും ആത്മാർത്ഥമായി വിചാരിച്ചാൽ കേരളം വ്യവസായത്തിന്റെ ഒരു വലിയ ഇതായിട്ട് മാറും. ഇപ്പോ സമീപനത്തിലെല്ലാം കുറെ മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അധികം സമയം എടുക്കുന്നില്ല. പ്രധാനമന്ത്രി വിളിച്ചുകൂട്ടിയ ചീഫ് സെക്രട്ടറിമാരുടെ സമ്മേളനം, അതിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും എല്ലാ വകുപ്പുമായി ബന്ധപ്പെട്ട ബെസ്റ്റ് മാതൃകകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു.
അതിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് തെരഞ്ഞെടുക്കുകയാണ് ഓരോ വകുപ്പ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, വ്യവസായം. നമുക്ക് ആദ്യമായി ഇത്തവണ നമ്മുടെ 1,00,000 സംരംഭം ബെസ്റ്റ് പ്രാക്ടീസായി പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ചീഫ് സെക്രട്ടറിമാരുടെ സമ്മേളനത്തിൽ തീരുമാനിക്കുകയുണ്ടായി. അത് നമുക്ക് ആകെ ആത്മവിശ്വാസം പകരുന്നതാണ്. ഇനിയും അത് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം. ഹോട്ടൽ വ്യവസായം നേരിടുന്ന പ്രശ്നങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ മുഖ്യമന്ത്രി അവസാനം പറഞ്ഞ ഭാഗം വളരെ പ്രാധാന്യമുള്ളതാണ്. 1-2 ആളുകളായിരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു ശതമാനമായിരിക്കും കുഴപ്പമുണ്ടാകുന്നത്. നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ, എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നാൽ അത് ലോകത്തിലെ എല്ലാ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്ത് എത്തിക്കാൻ മാത്രം ജീവിക്കുന്ന ആളുകളുണ്ടെന്ന് കണ്ടോളണം. ഇപ്പൊ ഞാൻ തന്നെ പറയാറുണ്ട്, ഇപ്പോ കഴിഞ്ഞ വർഷം നമ്മുടെ റാങ്കിങ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് 28-ൽ നിന്ന് നമ്മൾ 15-ലേക്ക് ഉയർന്നു. ഒറ്റ വർഷം കൊണ്ട് 13 പടി നമ്മൾ കയറി. ആരെങ്കിലും അറിയുന്നുണ്ടോ? എന്നാൽ 29-ലേക്ക് എങ്ങാനൊന്ന് വീണിരുന്നെങ്കിൽ ലോകത്തറിയാൻ ആരും ബാക്കിയുണ്ടാവില്ല. ഇതാണ് നമ്മുടെ രീതി. ഇപ്പൊ നിങ്ങളൊരു ഹോട്ടലിൽ പ്രശ്നം വന്നു, ഭക്ഷ്യം പ്രശ്നം, വിഷബാധ വന്നു, അത് നല്ല ജാഗ്രത ഉണ്ടാക്കേണ്ടത്. കാരണം അപ്പൊ പോവും. പിന്നത്തെ എന്ന് വെച്ചാൽ, ഈ കേരളം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ കൊള്ളാത്തൊരിടമാണ്. ബഹുമാനായ മന്ത്രി റിയാസ് നിയമസഭയിൽ നൽകിയ കണക്കനുസരിച്ച് ചരിത്രത്തിൽ ഏറ്റവും അധികം ആഭ്യന്തര സഞ്ചാരികൾ, 1,82,00,000 സഞ്ചാരികൾ ഇവിടെ വന്നു ഈ കഴിഞ്ഞ വർഷം. എന്നുവെച്ചാൽ നമ്മുടെ ജനസംഖ്യയുടെ ഏകദേശം അടുത്ത് സഞ്ചാരികൾ വന്നു പോയതാണ്. ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞു, ലോകത്ത് നിർബന്ധമായി കണ്ടിരിക്കേണ്ട 50 സ്ഥലങ്ങളിൽ ഒന്നാണ് കേരളം. അപ്പൊ അവിടെ വന്നാൽ അയ്യോ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് വന്ന പ്രചാരവേല വന്നാൽ എങ്ങനെയുണ്ടാവും? അപ്പോ ഒരു ചെറിയ പ്രശ്നം വന്നാൽ ലോകമാകെ എത്തിപ്പെടും എന്ന് കാണണം. അതുകൊണ്ട് നേരത്തെ ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സംഘടനയും നല്ല രീതിയിൽ അതിനകത്ത് ഇടപെടണം. ഒരു തെറ്റായ കാര്യവും ഈ മേഖലയിൽ ഉണ്ടാകില്ല എന്നത് ഉറപ്പുവരുത്തി നിങ്ങളുടെ ആ ചരിത്രം, അഭിമാനകരമായ ചരിത്രം ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾ കഴിയണം എന്ന് അഭ്യർത്ഥിക്കാൻ കൂടി ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. പിന്നെ വ്യവസായ വകുപ്പാണെങ്കിലും വ്യവസായവും വാണിജ്യവും എൻ്റെ കൂടെ തന്നെയാണ്. ഈ വാണിജ്യം പതുക്കെ പറയണുള്ളൂ. നിങ്ങൾ ഇൻഡസ്ട്രി ആൻഡ് കോമേഴ്സ് എന്നാണ്. അതുകൊണ്ട് ഹോട്ടലുകൾ ഉൾപ്പെടുന്ന മേഖലയ്ക്കും വ്യാപാരികളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അത് ഇതിനുള്ളിൽപ്പെട്ടു പോകുന്നു എന്നത് കണക്കാക്കിക്കൊണ്ട് ഞാനിപ്പോ നിങ്ങളുടെ സമ്മേളനത്തിലാണ് ആദ്യം പറയുന്നത്, കോമേഴ്സിന് വേണ്ടി ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പ്രത്യേക വിഭാഗം ആരംഭിക്കുകയാണ് എന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇപ്പൊ വാണിജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതിന് പ്രത്യേകമായ ഒരു വകുപ്പ് ഡിപ്പാർട്ട്മെന്റിനകത്ത് തന്നെ ഉദ്യോഗസ്ഥന്മാരുണ്ടാകും. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അവര് വഴി നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ കരുത്തോടുകൂടി നേരത്തെ പറഞ്ഞ അഭിമാനം ഉയർത്തിപ്പിടിച്ച് ഏറ്റവും മഹനീയമായ രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഏറെ കാലമായി നല്ല രീതിയിൽ ഈ മേഖലയിൽ കഴിവ് തെളിയിച്ച ആളുകളെ ആദരിക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായ ചുമതല. അവരെല്ലാവരെയും നിങ്ങൾക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. ഹോട്ടൽ മേഖലയിലെ കഴിവ് തെളിയിച്ചവരെ ആദരിക്കുന്ന നിമിഷങ്ങളാണിനി. ശ്രീ CJ ചാർലി, ചെയർമാൻ, ചാരിറ്റ് ഗ്രൂപ്പ്. ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ഹോട്ടൽ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന ശ്രീ CJ ചാർലി മലയാളികൾക്ക് ചൈനീസ് രുചി പരിചയപ്പെടുത്തിയ വ്യക്തിയാണ്. എറണാകുളത്തിന്റെ രുചിയിടങ്ങളിൽ ഏറെ പ്രശസ്തമായ ചാരിറ്റ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ ചെയർമാനാണ് അദ്ദേഹം. 80ന്റെ നിറവിലും വളരെ ആക്റ്റീവായി തന്റെ സംരംഭത്തിന്റെ ഭാഗമായി തൊഴിലെടുക്കുന്നവർക്കൊപ്പം അവരിൽ ഒരാളായി കാണാം ശ്രീ CJ ചാർലിയെ. 70 വർഷത്തെ പരിചയസമ്പന്നതയും ലെഗസിയും അദ്ദേഹത്തിനുണ്ട്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ തലമുതിർന്ന നേതാവിനെ, KHRAയുടെ അഭിമാനമായ ശ്രീ CJ ചാർലിയെ. ശ്രീ CJ ചാർലിയെ ആദരിക്കുന്നു. ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P രാജീവ്. എഴുപത് വർഷത്തെ സർവീസ് ചെറുതല്ല. അതിനുള്ള കയ്യടികളൊന്നും കേൾക്കാനില്ല. താങ്ക് യു സോ മച്ച് സർ.
ശ്രീ സുമേഷ് ഗോവിന്ദ്. കോഴിക്കോടിന്റെ രുചിയിടങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള പാരഗൺ ഗ്രൂപ്പ് ഓഫ് റെസ്റ്റോറൻറ്റ്സിന്റെ MD ആണ്. കോഴിക്കോടും കടന്ന് എറണാകുളം, തിരുവനന്തപുരം ഉൾപ്പെടുന്ന കേരളത്തിലെ വിവിധ ജില്ലകളിലും വിദേശത്തുമായി പ്രവർത്തിച്ചു വരുന്ന പാരഗൺ ഗ്രൂപ്പിന്റെ ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഏവർക്കും സുപരിചിതമാണ്. കൊതിയൂറും വിഭവങ്ങളുടെ കലവറയായ പാരഗൺ ഗ്രൂപ്പ് ഓഫ് റെസ്റ്റോറൻറ്റ്സിന്റെ MD ആയ ശ്രീ സുമേഷ് ഗോവിന്ദ് KHRAയുടെ കോഴിക്കോട് ജില്ലാ രക്ഷാധികാരിയും കൂടിയാണ്. ശ്രീ സുമേഷ് ഗോവിന്ദിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിനുള്ള സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിനായി പാരഗൺ ഗ്രൂപ്പ് ജനറൽ മാനേജർ ശ്രീ രതീഷ് കുമാറിനെ ക്ഷണിക്കുന്നു. സ്നേഹോപഹാരം പാരഗൺ ഗ്രൂപ്പ് ഓഫ് റെസ്റ്റോറൻറ്റ്സിനുള്ളതാണ്. പുരസ്കാരം നൽകി ആദരിച്ചത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി രാജീവ്. ഷെഫ് പിള്ളൈ ശ്രീ സുരേഷ് പിള്ളൈ. ഭക്ഷണ വിതരണ വ്യവസായത്തിലെ തിളങ്ങുന്ന താരമായ ശ്രീ സുരേഷ് പിള്ളയ്ക്ക് പ്രത്യേകമായ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. റെസ്റ്റോറന്റ് ഷെഫ് പിള്ളൈ എന്ന ബ്രാൻഡിനൊപ്പം യുണൈറ്റഡ് കോക്കനട്ട്, നോർത്ത് റസോയി, തേങ്ങമാങ്ങ ക്ലൗഡ് കിച്ചൺ തുടങ്ങി നിരവധി ബ്രാൻഡുകൾക്കും ശ്രീ സുരേഷ് പിള്ളൈ നേതൃത്വം നൽകുന്നുണ്ട്. രുചിയിടങ്ങളിലെ പുത്തൻ പെരുമ തീർക്കുന്ന മലയാളത്തിന്റെ മാസ്റ്റർ ഷെഫിനെ ശ്രീ സുരേഷ് പിള്ളയെ ഏറെ അഭിമാനത്തോടെ ക്ഷണിക്കുന്നു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി. താങ്ക് യു സോ മച്ച്. പാലക്കാടിന്റെ ബിരിയാണിക്ക് NMRന്റെ രുചിയാണ്. ആ രുചി ഉണ്ടാക്കുവാൻ ചുക്കാൻ പിടിക്കുന്നതാവട്ടെ ശ്രീ N അബ്ദുൾ റസാഖ് എന്ന യുവ വ്യവസായിയും. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു റെസ്റ്റോറന്റ് ശൃംഖലയായി മാറിയ ബിരിയാണിയുടെ പാലക്കാടൻ പര്യായമായ NMR ഗ്രൂപ്പിന്റെ MDയും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ സംസ്ഥാന ട്രഷററും കൂടിയായ ശ്രീ N അബ്ദുൾ റസാഖിനെ KHRAയുടെ സ്നേഹോപഹാരം ഏറ്റുവാങ്ങുവാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. യുവ വ്യവസായി ആണെന്ന് പറഞ്ഞു. യുവാക്കൾക്കൊന്നും ആരും ഇല്ലേ സ്റ്റേജില്, വേദിയിൽ? ഇതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. മികച്ച തൊഴിലാളികളെ ആദരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ K ബാലൻ. കോഴിക്കോട് അളകാപുരി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റിൽ കഴിഞ്ഞ 54 വർഷമായി നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിക്കുന്ന ശ്രീ K ബാലൻ. ഒപ്പം ക്ഷണിക്കുന്നു AD ജോണി. 42 വർഷങ്ങളായി ചാരിയറ്റ് റെസ്റ്റോറന്റിന്റെ ഭാഗമായ ശ്രീ AD ജോണി. ഒപ്പം കോട്ടയം ആനന്ദ് ഹോട്ടലിൽ 41 വർഷങ്ങളായി സേവനം അനുഷ്ഠിക്കുന്ന ശ്രീ മുരുകൻ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഗുരുവായൂർ രുക്മിണി ഹോട്ടലിൽ കഴിഞ്ഞ 54 വർഷങ്ങളായി സേവനം അനുഷ്ഠിക്കുന്ന ശ്രീ ഈശ്വരൻകുട്ടി മാരാർ. വേദിയിൽ അളകാപുരി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റിലെ ശ്രീ K ബാലൻ. എല്ലാവരും ഒന്ന് കൈയടിക്കണം എന്നുള്ള റിക്വസ്റ്റ് കൂടിയുണ്ട്. 54 വർഷങ്ങളായി ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട വ്യക്തിയാണ് ശ്രീ K ബാലൻ. താങ്ക് യു സോ മച്ച്. ചാരിയറ്റ് ഗ്രൂപ്പ് ഓഫ് റെസ്റ്റോറൻറ്റ്സിലെ ശ്രീ AD ജോണി. KHRAയുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങുന്നത് ചാരിയറ്റ് റെസ്റ്റോറൻറ്റ്സിലെ 42 വർഷത്തെ സാന്നിധ്യമായ ശ്രീ AD ജോണി. വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആനന്ദ് ഹോട്ടൽ കോട്ടയം. കഴിഞ്ഞ 41 വർഷങ്ങളായി ആനന്ദ് ഹോട്ടൽ, കോട്ടയത്തെ ആനന്ദ് ഹോട്ടലിന്റെ ഭാഗമാണ് ശ്രീ മുരുകൻ. ഏറെ സ്നേഹത്തോടെ ശ്രീ മുരുകനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹത്തിനുള്ള ആദരവ് സമർപ്പിക്കുന്നത് പ്രിയപ്പെട്ട മന്ത്രി ശ്രീ പി രാജീവ്. ശ്രീ ഈശ്വരൻകുട്ടി മാരാർ. ഗുരുവായൂർ രുക്മിണി ഹോട്ടലിൽ കഴിഞ്ഞ 54 വർഷങ്ങളായി സേവനം അനുഷ്ഠിക്കുന്ന ശ്രീ ഈശ്വരൻകുട്ടി മാരാർ. നാൽപ്പത്തിയൊന്ന് വർഷം മുതൽ മുകളിലേക്കാണ് ഇപ്പോൾ വേദിയിൽ നമ്മൾ ആദരിച്ച ഓരോരുത്തരുടെയും ആ ഒരു വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്.
എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ സർ 2 വാക്ക് കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സ്ഥലത്തും സ്ഥിരമായി നിൽക്കാതെ ചാടി ചാടി പോകുന്ന ആ ഒരു പ്രവണതയിൽ നിന്ന് മാറി ഇത്രയും വർഷത്തെ സേവനം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞത് ചെറിയ കാര്യമല്ല. നമ്മൾ ഓഡിയൻസ് ഒരിക്കലും അതൊരു ചെറിയ കാര്യമായി കാണരുത് എന്നൊരു റിക്വസ്റ്റ് കൂടി ഇതോടൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി രാജീവ് സാറിനെ ആദരിക്കുകയാണ്. അതിനായി KHRAയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ G ജയപാൽ സാറിനെ വേദിയിലേക്ക്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ സ്നേഹോപഹാരം ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് ഏറ്റുവാങ്ങുന്നു. ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ചേർത്ത ജില്ലകൾക്കുള്ള പുരസ്കാരമാണ് ഇനി സമ്മാനിക്കുന്നത്. ജില്ലയെ അഭിനന്ദിച്ചുകൊണ്ട് പാരിസൺ സൽക്കാർ 2023 വേണ്ടി പുരസ്കാരം സമ്മാനിക്കുന്നതിനായി ബഹുമാനപ്പെട്ട MLA ശ്രീ TJ വിനോദ് സാറിനെ ക്ഷണിക്കുന്നു. ചടങ്ങിന്റെ അധ്യക്ഷൻ KHRAയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജയപാൽ, ബഹുമാനായ സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ്, ബഹുമാനായ കൊച്ചിയുടെ മേയർ ശ്രീ അഡ്വക്കേറ്റ് M അനിൽകുമാർ, ഇവിടെ സ്വാഗതം ആശംസിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ബാലകൃഷ്ണ പൊതുവാൾ, ബഹുമാനായ CPIയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ ദിനകരൻ, BJP ജില്ലാ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് KS ഷൈജു, വേദിയിലെ KHRAയുടെ ഭാരവാഹികളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിലാണ് ഞാൻ നിങ്ങൾ പങ്കെടുക്കുന്നത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ 59ാം സംസ്ഥാന സമ്മേളനം ഇന്നലെയും ഇന്നും നാളെയുമായി ഈ കൊച്ചിയിൽ നടക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ 1 ലക്ഷം റെസ്റ്റോറൻറ്റുകൾ ഇന്ന് സംസ്ഥാനത്ത് പ്രവർത്തിക്കുമ്പോൾ അതിന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഇത്തരത്തിലുള്ള ഒരു അസോസിയേഷന്റെ പ്രവർത്തനത്തിലൂടെ സാധ്യമാവുന്നു എന്നുള്ളത് ഒരു നിസ്സാര കാര്യമായി കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളത് എനിക്ക് സൂചിപ്പിക്കാം. തീർച്ചയായും ഇന്ന് ഈ മേഖലയിലെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഭക്ഷ്യ സുരക്ഷാ വകുപ്പുമായി അവരുടെ നിബന്ധനകൾക്ക് വിധേയമായി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള റെസ്റ്റോറൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരാതികളും ജനപ്രതിനിധികളായ ഞങ്ങളെല്ലാം പലപ്പോഴും അഡ്രസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ സംഘടനയുടെ ശക്തമായ ഇടപെടലിലൂടെ ഒറ്റക്കെട്ടായി കേരളത്തിലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന മുഴുവൻ ഇതിന്റെ KHRAയുടെ മെമ്പർമാരെയും ഭാരവാഹികളെയും ഈ പ്രദേശത്ത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ചേർത്ത ജില്ലകൾക്കുള്ള പുരസ്കാരമാണ്. വേദിയിലേക്ക് ക്ഷണിക്കുന്നു എറണാകുളം ജില്ല. എറണാകുളം ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് റെപ്രസെന്റേറ്റീവ്സിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എറണാകുളം ജില്ലയ്ക്ക് വേണ്ടിയുള്ള പുരസ്കാരം സമ്മാനിക്കുന്നത് ബഹുമാനപ്പെട്ട MLA ആണ്. ഒപ്പം വേദിയിലേക്ക് ക്ഷണിക്കുന്നു കോഴിക്കോട് ജില്ലാ പ്രതിനിധികളെ. ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ചേർത്ത ജില്ലകൾക്കുള്ള പുരസ്കാരമാണ്. അല്ല, 3 എറണാകുളം, കോഴിക്കോട്, മലപ്പുറം.
കോഴിക്കോട് ജില്ലയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കോഴിക്കോട് ജില്ലയുടെ പ്രതിനിധികളെ, ഒപ്പം മലപ്പുറം ജില്ലയിലെ പ്രതിനിധികൾ, കോഴിക്കോട് ജില്ല തുടർന്ന് വേദിയിലെത്തുന്നു മലപ്പുറം ജില്ല. ഇതോടൊപ്പം ലൈഫ് മെമ്പർഷിപ്പ് ക്യാമ്പയിനിലെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച തൃശൂർ ജില്ലയിലെ ഭാരവാഹികളെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും അതാത് കസേരകളിൽ തന്നെ ഇരിക്കേണ്ടതാണ്. സർ, നമുക്കൊരു ചാരിറ്റി ഗവൺമെന്റ് മോഡൽ നഴ്സറി സ്കൂളിനുള്ള ധനസഹായമാണ് ഇപ്പോൾ വിതരണം ചെയ്യാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാറിൽ നിന്നും പാരിസൺ സൽക്കാർ 2023 സ്നേഹ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ഗവൺമെന്റ് മോഡൽ നഴ്സറി സ്കൂൾ പ്രതിനിധികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗവൺമെന്റ് മോഡൽ നഴ്സറി സ്കൂൾ പ്രതിനിധികൾ, ലൈഫ് മെമ്പർഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ചേർത്ത് തൃശൂർ ജില്ലയ്ക്കുള്ള മൊമെന്റോ ആണ് ഇപ്പോൾ വേദിയിൽ സമ്മാനിക്കുന്നത്. ഗവൺമെന്റ് മോഡൽ നഴ്സറി സ്കൂളിന്റെ ധനസഹായ വിതരണം ബഹുമാനപ്പെട്ട കൊച്ചി മേയർ ശ്രീ എം അനിൽകുമാർ അഡ്വക്കേറ്റ് സറാണ് ഗവൺമെന്റ് മോഡൽ നഴ്സറി സ്കൂളിനുള്ള സ്നേഹ സമ്മാനം നൽകി ആദരിച്ചത്. താങ്ക് യു സർ. എമർജിംഗ് ജില്ലയ്ക്കുള്ള പുരസ്കാരമാണ് ഈ വേദിയിൽ വെച്ച് നൽകപ്പെടുന്നത്. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് മറ്റുള്ളവർക്ക് ഒപ്പം എത്താനുള്ള പരിശ്രമങ്ങൾക്കൊടുവിൽ പാരിസൺ സൽക്കാർ 2023 എമർജിംഗ് ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇടുക്കി ജില്ലയാണ്. ജില്ലയ്ക്കുള്ള പുരസ്കാരം നൽകുവാൻ ശ്രീ ജയപാൽ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജയപാൽ എമർജിംഗ് ജില്ലയ്ക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ഇടുക്കി ജില്ലാ ഭാരവാഹികളെ ക്ഷണിക്കുന്നു. ഒപ്പം വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ KS ഷൈജു, BJP ജില്ലാ പ്രസിഡന്റ്. എമർജിംഗ് ജില്ലയ്ക്കുള്ള പുരസ്കാരം സമ്മാനിക്കുന്നത് BJP ജില്ലാ പ്രസിഡന്റ് ശ്രീ KS ഷൈജുവും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ G ജയപാലും ചേർന്നാണ്. ഇടുക്കി ജില്ലാ പ്രതിനിധികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നു. എമർജിംഗ് ജില്ലയ്ക്കുള്ള പുരസ്കാരമാണ് ഈ വേദിയിൽ വെച്ച് നൽകപ്പെടുന്നത്. ഇടുക്കി ജില്ല. പാരിസൺ സൽക്കാർ 2023 എമർജിംഗ് ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇടുക്കി ജില്ലയാണ്. കൺഗ്രാറ്റുലേഷൻസ് ടീം ഇടുക്കി. താങ്ക് യു. ശ്രീ KS ഷൈജുവിനുള്ള സ്നേഹാദരവാണ്. BJP ജില്ലാ പ്രസിഡന്റ് ശ്രീ KS ഷൈജുവിനെ ആദരിക്കുന്നത് KHRA സംസ്ഥാന പ്രസിഡന്റ് ശ്രീ G ജയപാൽ ആണ്. MD പാരിസൺസ് ഗ്രൂപ്പിന്റെ MD ശ്രീ ഇജാസ് മുഹമ്മദിനെ രണ്ടു വാക്ക് സംസാരിക്കുവാൻ ക്ഷണിക്കുന്നു.
ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകൾ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ജി ജയപാൽ സർ, ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അവറുകൾ, വേദിയിലിരിക്കുന്ന KHR സംസ്ഥാന നേതാക്കളെ, മറ്റു വിശിഷ്ട വ്യക്തികളെ, എല്ലാവരെയും പരീസൺസ് ലിബർട്ടിയുടെ പേരിൽ സ്നേഹപൂർവം ഞാൻ ആദരിക്കുന്നു. പരീസൺസ് MD NK മുഹമ്മദ് അലി സാഹിബിന് ഇന്ന് ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ഇന്നലെ പറഞ്ഞ കുറച്ചു കാര്യങ്ങളാണ് ഞാനിവിടെ ഒന്ന് ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നത്. KHRയും പരീസൺസും ഇതിപ്പം സൽക്കാർ പരിപാടിയിൽ 3-ാം തവണയാണ് മെയിൻ സ്പോൺസറായി വരുന്നത്. ആ ഒരു കാലയളവിൽ പാരിസൺസ് ലിബർട്ടി എന്ന കേരള ഹോട്ടൽ ശൃംഖലയുടെ പ്രിയപ്പെട്ട ഫുഡ് ബ്രാൻഡാക്കി മാറ്റിയതിൽ നിങ്ങൾ KHRയുടെ ഓരോ മെമ്പർമാരുടെയും അളവറ്റ സപ്പോർട്ടുണ്ടെന്ന് ഞാനിവിടെ സ്നേഹപൂർവം പറയുന്നു. KHRയും ഞാൻ പറഞ്ഞല്ലോ, പരീസൺസും കുറെ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ആ ഒരു കാലയളവിൽ ഫുഡിനോടുള്ള, ഭക്ഷണത്തിനോടുള്ള ഒരു കാഴ്ചപ്പാട് ഒരുപാട് മാറിയെന്ന് തോന്നുന്നു. ഇപ്പോൾ നല്ലൊരു ശതമാനം ആളുകളും ഹോട്ടലിൽ പോയി കഴിക്കുന്നത് ഭക്ഷണം വിശപ്പ് അടക്കാൻ വേണ്ടി മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ MD പറഞ്ഞ പോലെ ഒരു ഹരത്തിനും ഒരു രസത്തിനും പോകുന്നുണ്ട്. ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ നല്ല ഒരു സമയം ചെലവഴിക്കാം എന്നൊരു ഉദ്ദേശത്തോടെ പോകുന്നുണ്ട്. അതായത് ഫുഡ് ഒരു എന്റർടൈൻമെന്റ് ആയി മാറിയിരിക്കുകയാണ്. ഇതിന്റെ വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ 2 പ്രാവശ്യവും KHR കോഴിക്കോട് വെച്ച് നടത്തിയ സംസ്ഥാന സമ്മേളനത്തിലെ ഫുഡ് ഫെസ്റ്റിവലിന്റെ അതിഗംഭീര വിജയം. അന്ന് ജനങ്ങൾ അവിടെ ഒഴുകി മറിയുകയായിരുന്നു. വേറെയും ഉദാഹരണമുണ്ട്. ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് അവറുകൾ നടത്തിയ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന ഫുഡ് ഫെസ്റ്റിവലും കഴിഞ്ഞ 2 കൊല്ലവും അതിഗംഭീര വിജയമായിരുന്നു. കഴിഞ്ഞ ഒരു മാസം മുൻപേ ആയിരുന്നു നമ്മുടെ കമ്പനി MD മുഹമ്മദ് അലി അവറുകൾ ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് അവറുകളെ കാണുകയുണ്ടായി. അപ്പോൾ മന്ത്രി കേരളത്തിന്റെ ഫുഡ് ടൂറിസത്തിന്റെ വലിയ സാധ്യതകളെ കുറിച്ച് പറയുകയുണ്ടായി. കേരളത്തിൽ വലിയൊരു ഇന്റർനാഷണൽ ലെവൽ ഫുഡ് ഫെസ്റ്റിവലിന് വളരെ സാധ്യതയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആ ഒരു സമയത്ത് ഇങ്ങനത്തെ വലിയ ഒരു പരിപാടി ആസൂത്രണം ചെയ്യാൻ KHR ആണ് ഏറ്റവും ഉത്തമ പാർട്ട്ണർ എന്ന് MD മന്ത്രിയോട് പറയുകയുണ്ടായി. 50,000-ൽ പരം ഹോട്ടലുകളും റെസ്റ്റോറൻറ്റ്സും അതിലൂടെ 25 ലക്ഷത്തോളം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ശക്തമായ ഒരു നേതൃത്വമുള്ള സംഘടനയാണ് KHR എന്ന് MD മന്ത്രിയോട് പറഞ്ഞു. ഈ ഒരു പദ്ധതി അടുത്ത തലത്തിലേക്ക് എടുക്കാൻ KHRയുടെ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ വാക്കുകൾ അധികം നീട്ടുന്നില്ല. പാരിസൺസിനും കമ്പനിക്കും കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾക്കും KHR തരുന്ന സ്നേഹവും സപ്പോർട്ടും വളരെ സന്തോഷപൂർവ്വം ഞാനിവിടെ പങ്കിടുന്നു. എന്നാൽ കൂടി ഇന്നലെ MD പറഞ്ഞതുപോലെ ഇനിയും ഒരു നല്ല ശതമാനം ഹോട്ടലുകളുടെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നില്ല. KHRയുടെ എല്ലാ മെമ്പർമാരുടെയും ഹോട്ടലുകളുടെയും സപ്പോർട്ട് കമ്പനിക്ക് വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആട്ട, മൈദ, സൂചി, പാം ഓയിൽ, സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ, വനസ്പതി, ചായപ്പൊടി എന്നിവ കേരളത്തിൽ നിന്ന് തന്നെ മാനുഫാക്ചർ ചെയ്ത് കേരളത്തിൽ അവർക്ക് തന്നെ തൊഴിലവസരവും ജോലി സാധ്യതകളും നൽകി ഏറ്റവും ഗുണമേന്മയും സ്വാദിൽ സ്ഥിരതയുമായി വിപണിയിൽ ഇറക്കുന്നു കമ്പനി. ഇത്രയും കാലവും നിങ്ങൾ തന്ന സ്നേഹവും സപ്പോർട്ടും ഭാവിയിൽ ഇനിയും തുടരുമെന്ന വിശ്വാസത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് KHR. വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഷെഫ് പിള്ളായ് സർ, പ്ലീസ്.
നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടാണ് ഈ ഒരു വേദിയിൽ വരുന്നത്. ഞാൻ ഒരുപാട് തവണ KHRയുടെ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോട് നടന്ന 2 വർഷം മുമ്പ് 2-3 വർഷം കോവിഡിന് മുമ്പൊക്കെ നടന്ന ഫംഗ്ഷനിലൊക്കെ വന്ന ഒരാളാണ്. പ്രതിനിധിയായിട്ട് വന്നു. ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ എൻ്റെ ഒരു മെമ്പർ ആയി എന്നുള്ളൊരു സന്തോഷം കൂടിയിട്ടുള്ളതാണ്. മരട് എറണാകുളം ജില്ലയിൽ തന്നെ മരട് KHRയുടെ ഇതിലാണ് ഞാൻ മെമ്പർ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫാമിലിയുടെ ഇത്രയും വലിയ ഒരു അഭിമാനമായ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു അഭിമാനമായ ഒരു സംഘടനയുടെ ഭാഗമായി എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി ഇവിടെ വരുന്നു. അതിനോടൊപ്പം തന്നെ ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ പറ്റിയതിലും വളരെ സന്തോഷമാണ്. നമ്മളെല്ലാവർക്കും അറിയാം, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഹോട്ടൽ ഇൻഡസ്ട്രിയുടെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാം. എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഇതിലിരിക്കുന്ന ഓരോ അംഗങ്ങളും പോകുന്നതെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതിൻ്റെ എല്ലാം മാറി പുതിയ ഈ ഒരു ഇൻഡസ്ട്രി നന്നായിട്ട് വരണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ വന്നാൽ ഇത് കുറേയേറെ ഇത് ലാഭം മാത്രം നോക്കാണ്ട് ബിസിനസ് നടന്ന എത്രയോ ആൾക്കാർ ഇതിൻ്റെ കൂടെ ഉണ്ട്. അല്ലെങ്കിൽ ഇതൊരു സ്നേഹം അല്ലെങ്കിൽ ഇതൊരു പാഷനായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ നിൽക്കുന്നതിൻ്റെ അതെല്ലാം കൊണ്ട് നടത്തുന്ന ഒരു വലിയൊരു സംഘടനയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കാനും എന്നാൽ കഴിയുന്ന എല്ലാവിധ കാര്യങ്ങളും നിങ്ങളൊക്കെ ആയിട്ട് പങ്കുവെക്കാനൊക്കെ ഞാൻ തയ്യാറാണ്. താങ്ക് യു ഒരിക്കൽ കൂടി എല്ലാവർക്കും, KHRയിലെ എല്ലാ ഫാമിലിക്കും ഈ സംഘടനയിലെ എല്ലാ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. താങ്ക് യു ഷെഫ്. വേദിയിലേക്ക് ക്ഷണിക്കുന്നു അബാദ് ഫുഡ്സ് ലിമിറ്റഡ് ജനറൽ മാനേജർ ശ്രീ TP മധു, അബാദ് ഫുഡ്സ് ലിമിറ്റഡ്. ഗുഡ് ഈവനിങ്. അബാദും KHRയും തമ്മിൽ ഉള്ള ഒരു റിലേഷൻ കാലങ്ങളായിട്ടുള്ളതാണ്. അബാദിന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അബാദ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് കേരളത്തിൽ തന്നെ 14ഓളം ഹോട്ടൽസ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. അവരുടെ തന്നെ ഫിഷറീസ്, അബാദ് ഫിഷറീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് 10 വർഷം മുമ്പാണ് ഞങ്ങൾ അബാദ് ഫുഡ്സ് എന്ന് പറയുന്ന കേരളത്തിലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡ് സപ്ലൈക്ക് വേണ്ടി രൂപീകൃതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾക്ക് കോൾഡ് സ്റ്റോറുകളും ഓഫീസുകളും എല്ലാം ഉണ്ട്. ഞങ്ങൾ ഈ KHRയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നിങ്ങളുടെ 59ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് NMR റസാക്കും ജയപാൽ സാറും എല്ലാം പറഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങളുടെ കമ്പനി ഒരു കോ സ്പോൺസറായിട്ട് തന്നെ അത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചതാണ്. അപ്പോൾ അതിൽ ഈ വേദിയിൽ ഞങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം തന്ന KHRയുടെ ഭാരവാഹികളോടും പിന്നെ 50,000-ന് മേലുള്ള ഈ സംഘടനയിലെ അംഗങ്ങളോടും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ അതോടൊപ്പം തന്നെ അബാദ് ഫുഡ്സ് എന്ന് പറയുന്നത് എക്സ്പോർട്ട് ക്വാളിറ്റി സീ ഫുഡ് എക്സ്പോർട്ടിലെ 90 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥാപനമാണ്. അതിൻ്റെ അതേ ഫെസിലിറ്റിയിൽ തന്നെ എക്സ്പോർട്ട് ക്വാളിറ്റിയിലേക്ക് എങ്ങനെയാണ് പ്രോഡക്റ്റ് പ്രോസസ്സ് ചെയ്യുന്നത് അതേ പ്രോസസ്സിൽ തന്നെ നമ്മളുടെ എല്ലാ പ്രോഡക്റ്റുകളും സ്ട്രീംലൈൻ ചെയ്ത് 7 levels ഓഫ് ക്വാളിറ്റി ചെക്സ് എല്ലാം കഴിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ സഹകരണം തുടർന്നും ഞങ്ങൾക്കുണ്ടാവണം എന്ന് നിങ്ങളെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഇത്രയും ഭംഗിയായിട്ട് എറണാകുളത്തിൻ്റെ ഹൃദയഭാഗത്ത് ഇത്രയും നല്ല ഒരു സംസ്ഥാന സമ്മേളനം ഓർഗനൈസ് ചെയ്ത ഇതിൻ്റെ ഭാരവാഹികൾക്കും അതിൽ പാർട്ടിസിപ്പേഷൻ കൊണ്ട് ഏറ്റവും വിജയകരമാക്കിയ നിങ്ങൾക്കെല്ലാവർക്കും അബാദ് ഫുഡ്സ് ഗ്രൂപ്പിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. മഹനീയ സാന്നിധ്യം കൊണ്ട് വേദിയെ ധന്യരാക്കിയവരെ നമുക്ക് ആദരിക്കാം. പാരിസൺസ് ഗ്രൂപ്പിന് വേണ്ടി ഇജാസ് മുഹമ്മദ് സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്നത് ശ്രീ KP ബാലകൃഷ്ണ പൊതുവാൾ, സംസ്ഥാന ജനറൽ സെക്രട്ടറി, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. പാരിസൺസ് ഗ്രൂപ്പിനുള്ള സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നു ഇജാസ് മുഹമ്മദ്. അദ്ദേഹത്തിനുള്ള ഉപഹാരം സമർപ്പിക്കുന്നത് ശ്രീ KP ബാലകൃഷ്ണ പൊതുവാൾ, സംസ്ഥാന ജനറൽ സെക്രട്ടറി, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ CGM ശ്രീ R രാജേന്ദ്രനെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിനുള്ള പുരസ്കാരം സമ്മാനിക്കുന്നത് ശ്രീ പ്രസാദ് ആനന്ദ ഭവൻ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ്, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്
KHRAയുടെ സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ CGM ശ്രീ R. രാജേന്ദ്രൻ. താങ്ക് യു സർ. അബാദ് ഫുഡ്സ് ലിമിറ്റഡ്. അബാദ് ഫുഡ്സിന് വേണ്ടിയിട്ടുള്ള സ്നേഹോപഹാരം ഏറ്റുവാങ്ങുന്നത് ജനറൽ മാനേജറായ ശ്രീ TP മധു ആണ്. അദ്ദേഹത്തിനുള്ള ഉപഹാരം സമ്മാനിക്കുന്നത് ശ്രീ C. ബിജുലാൽ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ്, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. അബാദ് ഫുഡ്സ് ലിമിറ്റഡ് KHRAയുടെ സ്നേഹ ഉപഹാരം ഏറ്റുവാങ്ങുകയാണ്. ശ്രീ C. ബിജുലാൽ ആണ് അബാദ് ഗ്രൂപ്പിനുള്ള പുരസ്കാരം സമ്മാനിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ആശംസാ പ്രസംഗത്തിനായി ശ്രീ പ്രസാദ് ആനന്ദ ഭവൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനിയ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ സംസ്ഥാന അധ്യക്ഷൻ ആദരണീയ G. ജയപാൽ, ജനറൽ സെക്രട്ടറി പൊതുവാൾ, ട്രഷറർ റസാക്ക്, ബിജുലാൽ, വേദിയിലിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ, പ്രിയമുള്ള കേരളത്തിലെ ഹോട്ടൽ ഉടമകളെ, നമ്മളൊക്കെ ഒരു പ്രതികൂല സാഹചര്യത്തിൽ നിന്നും പെട്ടെന്ന് കരകയറിയ പോലുള്ള അവസ്ഥയാണ് ഇന്നുള്ളത്. കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ നയിച്ചിരുന്ന, നമ്മൾ കാത്തിരുന്ന ഒരു നിമിഷം, ഇവിടെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 59 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി കേരളം ഭരിക്കുന്ന ആദരണീയ മുഖ്യമന്ത്രി തന്നെ ഈ പ്രതികൂല സാഹചര്യത്തിലും നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി, നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി നമ്മുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും സന്തോഷകരമായ കാര്യമാണ്. ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ, ഈ സന്തോഷമാർന്ന ഈ സമ്മേളനത്തിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കുചേർന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ നടന്ന 59ാം സംസ്ഥാന സമ്മേളനത്തിന് എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ പ്രസാദ് ആനന്ദ ഭവൻ. ആശംസകൾ അർപ്പിക്കുന്നതിനായി KHRA സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ C. ബിജുലാലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആരാധ്യനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല, മുതിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ KHRAയുടെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ, തങ്ക ലിപികളിൽ എഴുതി ചേർക്കപ്പെടുന്ന ഒരു ദിനത്തിൽ സാന്നിധ്യം കൊണ്ട്, മനസ്സുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിലെ എല്ലാ ഹോട്ടൽ ഉടമകൾക്കും സംസ്ഥാന കമ്മിറ്റിയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. കാരണം ഇന്ന് 2ാം ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ചയാണ്. നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം നല്ല കച്ചവട തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളിലാണ്, പ്രതികൂലമായിട്ടുള്ള സാഹചര്യമാണ്. നമ്മുടെ സ്ഥാപനത്തിൽ വളരെയധികം ശ്രദ്ധ ഉണ്ടാകേണ്ടുന്ന സമയത്ത് സംസ്ഥാന സമ്മേളനം 3 ദിവസം നടക്കുമ്പോൾ അതിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് നമുക്ക് സംഘടനയാണ് വലുത്, സംഘടന ഉണ്ടെങ്കിലേ സ്ഥാപനം നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന പൂർണ്ണ ബോധ്യത്തിൽ, ഉത്തമ വിശ്വാസത്തിൽ ഈ സംഘടന ഏറ്റെടുത്ത ദൗത്യത്തിന് ക്രിയാത്മകമായിട്ടുള്ള ശക്തമായിട്ടുള്ള പിന്തുണ നൽകിയ എല്ലാ KHRA അംഗങ്ങളെയും, യൂണിറ്റ് ഭാരവാഹികളെയും, ജില്ലാ ഭാരവാഹികളെയും, സംസ്ഥാന ഭാരവാഹികളെയും അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് KHRA. പാരിസൺസ് സൽക്കാർ 2023 പൊതുസമ്മേളന ഉദ്ഘാടന ചടങ്ങിന് ഔദ്യോഗികമായ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ശ്രീ N. അബ്ദുൾ റസാഖിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കേരളത്തിലെ ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയ്ക്ക് ഏറ്റവും ആഹ്ലാദകരമായ ദിനമാണിന്ന്. കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഇന്ന് നമ്മുടെ പൊതുസമ്മേളന വേദി അലങ്കരിച്ചു.
സംസ്ഥാന മന്ത്രിമാർ, MP മാർ, MLA അടക്കമുള്ള വിശിഷ്ട വ്യക്തികളും ഇന്ന് നമ്മുടെ വേദിയിലെത്തി. സംഘടനയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഈ ദിനം എന്നും അവിസ്മരണീയമായിരിക്കും. ഞാനെൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ഉദ്ഘാടനം നടത്തിയ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിക്കും അതിലെ സംബന്ധിച്ച മുഴുവൻ മന്ത്രിമാരും മറ്റു നമ്മളോട് സഹകരിച്ച നമ്മുടെ സ്പോൺസർമാരോടും MLA-ക്കും MP-ക്കും നമ്മുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി അടക്കമുള്ള സംഘടനയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ വരെ എല്ലാവർക്കും ഒരു പ്രത്യേകമായ നന്ദി ഈ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ അർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ സംരംഭത്തെ ഇന്നത്തെ ഈ സമ്മേളനത്തിന് വേണ്ടി ഇവിടെ വരികയും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ മറ്റു പല വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും അതേപോലെ ഇന്നത്തെ ഈ സമ്മേളനത്തിന് വേദി ഒരുക്കി തന്ന നമ്മുടെ ഇവന്റ് മാനേജ്മെന്റിനും ഇതുമായി ബന്ധപ്പെട്ട KICB-ക്കും അങ്ങനെ എല്ലാവർക്കും സംസ്ഥാന സമിതിയുടെ ഔദ്യോഗികമായി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് KHRI.